ചിത്ര അയ്യർ മോഡറേറ്റ്ലി കൺസർവേറ്റീവ് ആയിട്ടൊരു ഫാമിലിയിൽ ശാസ്ത്രജ്ഞർക്ക് ജനിച്ച ഈ സാധനം കാസർഗോഡ് പഠിക്കുമ്പോൾ ഒരു മുസ്ലിം പയ്യന്റെ പുറകെ. ബാക്കി പറ വേഗം. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ വായിക്കാം. വായിക്കും. ഇപ്പം ഈ ഞാൻ ഇത്രയും പറഞ്ഞതിന് എന്തായിരിക്കും മ്യൂസിക് ഇടുക? ഒരു വോക്കലിൽ ഒരു മ്യൂസിക് കൊടുത്തേ. ഒന്നും കൂടി പറ. ഒന്നും കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ സംഭവം, ഒരു അർദ്ധയാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ചു, ശാസ്ത്രജ്ഞനായിട്ടുള്ള മാതാപിതാക്കൾക്ക് ജനിച്ചു, ഒരുപാട് വാല്യൂ സിസ്റ്റത്തിൽ സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മൂല്യബോധത്തിൽ വളർത്താൻ വേണ്ടി അമ്മ ശടിച്ചു, ശാസിച്ചു, പീഡിപ്പിച്ചു. പക്ഷേ കോളേജിൻ്റെ ഒരു സ്വച്ഛന്തമായ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മനസ്സ് തുറന്നു, പ്രണയം നമ്പിട്ടു. കൂട്ടുകാരി ഒരാളെ പ്രണയിക്കുന്നത് കണ്ട് വാശിയായി, വിട്ടു. പ്രചോദനമായി ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ മനസ്സിൽ വരിച്ചു. ഒന്ന് കൊടുക്ക്, മ്യൂസിക് കൊടുക്ക്. ഓക്കെ, ഇതൊരു ഭീകരതാണ്ഡവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ആ ചെറുപ്പക്കാരനെ ഫോൺ വിളിച്ചു. Oh my God. പിന്നെ അയാൾ പറഞ്ഞ കഥകൾ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ അയാളെ ഫോൺ വിളിച്ചു. അപൂർണമായ പ്രണയത്തെക്കുറിച്ച് ആ ചെറുപ്പക്കാരന് ഇപ്പോഴും ഇടനെഞ്ചിലൊരു വിങ്ങലുണ്ട്. ഐ എം സീരിയസ് ചിത്ര. I don't believe you. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ വിശ്വസിക്കേണ്ടി വരും. നാളെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വീട്ടിലുണ്ടാവും. You seriously spoke to him? Yeah. I don't believe it. Don't ask me the number. I won't give you. I don't need the number. I have it. You have it? Yeah. You speak to him? On and off it? It's been some time now, but yeah. Yeah. We're very good friends. When did you speak last time? I don't know. A very long time ago. We're good friends. I want to believe ആ someone. ചെക്കിന് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ചിത്രയുടെ ജീവിതം മാറി മറിയുമായിരുന്നു. ഒരു പക്ഷേ പറയാൻ പറ്റില്ല. ചിത്ര, ബി സീരിയസ് നൗ. Yeah, I am serious. വീട്ടു തടങ്കലിലായി മൗറീഷ്യസിലേക്ക് നാട് കടത്തി. Yes. തിരിച്ചു വന്നു. एक दूजे के लिए പോലെ. എന്താ സംഭവിച്ചു ചിത്ര? Why don't you speak out? It's true. പിന്നെ ഒരുപാട് തല്ലുകൊണ്ടു രണ്ടുപേരും. അവരെ വീട്ടിൽ ഹിസ് പേരൻസ് ഫാദർ യൂസ് ടു ബീറ്റ് ഹിം. I used to get beatings in my house. Lock up. All that stuff. തെറിപ്പിച്ചു. ആരാ കൂടുതൽ അടിച്ചിരുന്നു? അമ്മയും അച്ഛനും. രണ്ടും അടിച്ചു. ഒരാൾ ക്ഷീണിക്കും, മറ്റാൾ അങ്ങനെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇപ്പം അമ്മ കേട്ടിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ പിന്നെയും ശകാരിക്കും. തല്ലൊന്നുമില്ല. എന്ത് ഇപ്പോഴോ? പക്ഷെ മമ്മി ചീത്ത പറയും. എന്താ അടിച്ചു? ശരിക്കടിച്ചു? അതൊക്കെ ഉണ്ട്. അടിച്ച് പഴിപ്പിച്ചു. പിന്നെ ഈ രണ്ടുപേരും മാത്രം പുറത്തുനിന്ന് ആൾക്കാരുടെ സഹായം എടുത്തു അടിക്കാൻ വേണ്ടിയിട്ട്? അതൊന്നുമില്ല. ഭക്ഷണം തരാതെ വീട്ടിൽ മുറിയിൽ അടച്ചിട്ടു? അങ്ങനെയൊന്നും ഭക്ഷണം തരാതെ ഒന്നും ഇരുന്നിട്ടില്ല. ഭക്ഷണം തരാതെ കുറച്ച് നേരം, പിന്നെ ഭക്ഷണം തരുമല്ലോ. എത്ര കാലം തുടർന്നു? ഒത്തിരി കാലം. എൻഡ്ലെസ്. The beauty of that പ്രേമം വാസ്, എനിക്ക് പറയേണ്ടത്, ഞങ്ങൾക്ക് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല ഈവൻ ടു സിറ്റ് ഡൗൺ ആൻഡ് ടോക്ക്. ബിക്കോസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹീസ് മുസ്ലിം, ഐ എം ഹിന്ദു. ആൻഡ് ഇത് എന്താ പറയുക, അവിടെ മറ്റേ പാർട്ടീസിന്റെ തമ്മിൽ പ്രശ്നങ്ങൾ, ഹിന്ദു ഗ്രൂപ്പ്സ് ആൻഡ് മുസ്ലിം ഗ്രൂപ്പ്സ് അത് തമ്മിൽ പ്രശ്നം, ഭയങ്കര വർഗീയതയൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. അങ്ങനെ വർഗീയത മൂത്ത് അവൻ്റെ സ്കൂട്ടറൊക്കെ കത്തിച്ചൊക്കെ ചെയ്തായിരുന്നു അവർ. അങ്ങനെയൊക്കെ ആ ലെവൽ വരെയൊക്കെ പോയിരുന്നു. ഭയങ്കര ഭീകരമായിട്ടുള്ള പ്രശ്നം. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വി കുഡന്റ് ഈവൻ സിറ്റ് ആൻഡ് ടോക്ക് വിത്ത് ഈച്ച് അതർ. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വളരെ റെയറായിട്ട് ഇരുന്ന് സംസാരിക്കുക, ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വോട്ടെവർ. എനിക്ക് തോന്നുന്നു ഒരു 2-3 സിനിമയ്ക്ക് പോയിട്ടുണ്ടാവും ഒരുമിച്ച്. നോ മോസ്റ്റ്ലി മാറ്റിനി, മോർണിംഗ് ഷോ മാറ്റിനി, അങ്ങനെ. പക്ഷെ ഒറ്റയ്ക്കല്ല കേട്ടോ, നമ്മളൊരു ഗ്രൂപ്പ് ആയിരിക്കും, അതിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച്. എന്നിട്ടും കൂടെയുള്ള ഫ്രണ്ട്സും അങ്ങനെ വലിയ സപ്പോർട്ടൊന്നുമില്ല. പക്ഷെ രണ്ടുപേരും മറ്റേ സംരക്ഷിക്കാൻ വേണ്ടി വേറെ 2 സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാവും. അങ്ങനെ സംരക്ഷണമൊന്നും ഇല്ല. ബട്ട് വി യൂസ് ടു ഗോ ഇൻ എ ഗ്രൂപ്പ്. നമ്മളൊരു ഗ്രൂപ്പ് ആയിരുന്നു അല്ലെങ്കിലും.
സോ അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ ഇപ്പോഴത്തെ പോലത്തെ ആ ഒരു ഫ്രീഡം ഒന്നുമില്ല. സോ ഒരു ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ പിടിച്ചിട്ട് കൂടിയില്ല. അങ്ങനത്തെ ഒരു അത്രയ്ക്കൊരു കൈൻഡ് ഓഫ് സിനിമ 3 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൈ Are you silly? I can't sit next to him and watch a movie. You didn't sit with him. I have not done that. അതുപോലും ചെയ്തിട്ടില്ല. So you can imagine it was so sweet, the whole romance അത്രയ്ക്ക് സ്വീറ്റ് ആയിരുന്നു. കൈ പിടിച്ചിട്ടില്ല. We have held hands. But very rarely, very very rarely. അതുകൊണ്ടാണ് അതിന് മാതിരി ഉണ്ടായത്. അപ്പോൾ അല്ലാണ്ട് ഒരു ഇന്റിമസി എന്നുള്ള ലെവലിലേക്കൊന്നും ആ റൊമാൻസ് ഒരിക്കലും വളർന്നിട്ടില്ല. ഇറ്റ് വാസ് വെരി or it was highly romantic. Could be. whatever. അപ്പോൾ ഞാൻ അങ്ങനെ വലിയ ഇതായിട്ട് നോക്കുന്നതല്ല. സോ ഇപ്പോഴത്തെ എന്താ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഐ മീൻ ഇറ്റ് വാസ് ദേർ. പക്ഷേ ചിത്ര ഈ പറഞ്ഞ പോലെ ഒരു വേണമെങ്കിൽ ഒരു ദൈവികമായ പ്രണയമാണ്, അല്ലെങ്കിൽ ഒരു റൊമാൻസിൻ്റെ ഏറ്റവും പരിശുദ്ധമായ തലമായിരുന്നു ഉണ്ടായിരുന്നത്. വേറെ രീതിയിലേക്കൊന്നും പോയില്ല എന്ന് പറയുമ്പോൾ പോലും ചിത്രയുടെ അമ്മയും അച്ഛനും സംശയിച്ചിരുന്നത് യു ഹാഡ് ഓൾ സോർട്സ് ഓഫ് റിലേഷൻഷിപ്പ്. അതൊക്കെ ഉണ്ട്. അത് പിന്നെ എല്ലാവരും സംശയിക്കും. ബിക്കോസ് ഒബ്വിയസ്ലി ഫുൾ റൂമേഴ്സ് ആണ്. ഓരോരുത്തരും നീ അവനോട് പോയി കടന്നില്ലേടി എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അറിയില്ല. ദ തിങ് ഈസ് അങ്ങനെയൊക്കെ ഒരു സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ there was no such thing. അപ്പോൾ പിന്നെ that kind of romance is something that you don't forget. അത് മറക്കാൻ പറ്റില്ല. It's something beautiful about it. It's very beautiful. ഇപ്പോഴും ചിത്രയുടെ മനസ്സിലതുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇല്ല. We are just friends. ചിത്ര മൗറീഷ്യസിലേക്ക് പോയ ശേഷം ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്ന ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ പ്രണയിക്കൂ എന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. ഒരുപാട് പ്രാവശ്യം പ്രണയിച്ചെന്നുള്ള കാര്യം അല്ല, ബിക്കോസ് അതിലൊരു അർത്ഥമില്ല. ബിക്കോസ് നമ്മളൊരു പക്ഷെ ആ ഒരു പ്രണയത്തെ ചിത്ര എപ്പോഴും വാല്യൂ ചെയ്യുന്ന ഒരു പ്രണയം, ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്ത ഒരു പ്രണയം. ബിക്കോസ് എന്താ അറിയോ, നമ്മൾ തമ്മിൽ ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു, നമ്മൾ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ആൻഡ് നമ്മുടെ കൾച്ചറും നമ്മുടെ ഇതും വ്യത്യാസം ഉണ്ടെങ്കിലും എനിക്ക് മലയാളം മര്യാദയ്ക്ക് പറയാൻ അറിയില്ലായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും മര്യാദയ്ക്ക് അറിയില്ല. എന്നാലും ഞാൻ എന്തായാലും ഒരു കാസർഗോഡ് വന്നതിന് ശേഷമാണ് മലയാളം ശരിക്കും പഠിച്ചത് തന്നെ. അപ്പം എൻ്റെ നാച്ചുറൽ ലാംഗ്വേജ് മലയാളം അല്ല. പിന്നെ ഞാൻ ഡൽഹിയിലാണ് വളർന്നത്. അപ്പോൾ ഹിന്ദിയാണ് കൂടുതൽ സംസാരിച്ചത്. അപ്പോൾ എൻ്റെ കൂട്ടുകെട്ട് എന്ന് പറയുന്നത്, എൻ്റെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദി സംസാരിക്കുക, ഇംഗ്ലീഷ്, അങ്ങനത്തെ ഒരു ഗ്രൂപ്പായിരുന്നു. പിന്നെ കൂടുതലും ഞാൻ ഇംഗ്ലീഷ് ബുക്സാണ് വായിക്കുക. അപ്പോൾ ഇവൻ്റെ കൂടെ മാത്രം ഞാൻ മലയാളത്തിൽ സംസാരിക്കണം. വി ഡിഡ്ന്റ് ഹാവ് എ കോമൺ ലാംഗ്വേജ് ബിക്കോസ് ഹി വാസ് നോട്ട് വെൽ വേഴ്സ്ഡ് ഇൻ ഇംഗ്ലീഷ്. മൗറീഷ്യസ് പോയി എന്തിനാ പോയത്? നേരത്തെ ഞാൻ പറഞ്ഞ നാട് കടത്തി. പ്രണയം പോയോ കൂടിയോ? കൂടി. ഭയങ്കരല്ലേ. നോ ഇമെയിൽ, നോ ഇന്റർനെറ്റ്, നോ ടെലിഫോൺ, നോ ലെറ്റേഴ്സ്, നോ നത്തിങ്. ഭയങ്കരല്ലേ. സിനിമ ആ ഒരു വർഷക്കാലം ഈ ഒല ഊതി പോലെ കനലിങ്ങനെ തിളങ്ങിക്കൊണ്ടിരുന്നു. കനൽ തിളയ്ക്കോ എന്തോ എനിക്കറിയില്ല. മൊറീഷ്യസിൽ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു, അടിച്ചു പൊളിച്ചു. അവിടുത്തെ മൊറീഷ്യൻ TV-യിൽ ഞാൻ കുറേ ഷോസൊക്കെ ചെയ്തു. ഐ ഹാഡ് എ ഗ്രൂപ്പ്. ഞങ്ങൾ ഗസൽ ഷോസ് ചെയ്തു മൊറീഷ്യൻ TV-യിൽ. പിന്നെ ഓഫ് കോഴ്സ് മൊറീഷ്യസിൽ നമ്മളുടെ ഇവിടെയൊക്കെ ഷോസ് നടക്കുന്ന, നമ്മൾ എവിടെയെങ്കിലും ഒരു വേദി അങ്ങനെയാണല്ലോ. അവിടെ അങ്ങനെയല്ല, ഒരു സംതിങ് ലൈക്ക് ഇൻ ദ വെസ്റ്റ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രീറ്റ് കോർണറിൽ യു ജസ്റ്റ് ഗെറ്റ് ടുഗെദർ, യു ഹാവ് യുവർ ബാൻഡ് ആൻഡ് ദെൻ യു സ്റ്റാർട്ട് പെർഫോമിങ് ആൻഡ് പീപ്പിൾ ജോയിൻ, ജസ്റ്റ് സ്റ്റാൻഡ് അറൗണ്ട് യു ആൻഡ് വാച്ച്. എന്തായിരുന്നു പാടിക്കൊണ്ടിരുന്നത് അവിടെ? എന്തെങ്കിലുമൊക്കെ പാടും. ഞാൻ മോസ്റ്റ്ലി ഹിന്ദിയാണ് പാടിക്കൊണ്ടിരുന്നത്. സോ ഹിന്ദി. ഞങ്ങളുടെ ബാൻഡ് എന്ന് പറയുന്നത് ഹിന്ദി പാട്ടാണ് പാടിക്കൊണ്ടിരുന്നത്. ഫിലിം സോങ്സ് എന്തൊക്കെയോ. Which one? No such. I really don't know. ഇഷ്ടപ്പെട്ടത് കുറേ. ഞാൻ മോസ്റ്റ്ലി ഓൾഡ് ഹിന്ദി സോങ്സാണ് പാടുക. ഏക് തുജേ കെ ലിയേ പാട്ട് പാടൂ. ഒന്ന് പാടിക്കള ചിത്ര. കറക്റ്റ്. तेरे मेरे बीच में, तेरे मेरे बीच में, तेरे मेरे बीच में कैसा है ये बंधन अनजाना, कैसा है ये बंधन अनजाना, मैंने नहीं जाना, तूने नहीं जाना, मैंने नहीं जाना, तूने नहीं जाना, तेरे मेरे बीच में कैसा है ये बंधन अनजाना. തെരേ മേരേ ബീച്ച് മേയും ഒരു ബന്ധനം ഉണ്ടായില്ല. മതിൽ പൊട്ടിച്ചിങ്ങോട്ട് വീണ്ടും വന്നു. വന്ന ശേഷം നേരെ കാസർഗോഡേക്ക് പോയി. ചെക്കനെ വിളിച്ചു, Of course. കൈ പിടിച്ചുകൊണ്ട്. എന്താ ചെയ്ത ചിത്ര ആക്ച്വലി? എന്താ ചെയ്തത്? What did you do actually?
ഐ ഡോണ്ട് റിമെമ്പർ, അത്ര ക്ലിയർ അല്ല എൻ്റെ മെമ്മറി. പക്ഷേ യെസ്, നമ്മൾ വീണ്ടും മീറ്റ് ചെയ്തു, നമ്മൾ ഡിസൈഡ് ചെയ്തു നമ്മൾ സീരിയസ് ആണെന്നുള്ളത് കാര്യം നമുക്ക് രണ്ടുപേർക്കും ബോധ്യമായി. അമ്മയുടെ അടുത്ത് വന്ന് പ്രപ്പോസ് ചെയ്തു, വീണ്ടും അടിയുണ്ട്, എന്നിട്ട് വീണ്ടും ശങ്കരൻ തെങ്ങയിലായി. സെയിം തിങ്. അവരെ വീട്ടിൽ ഭയങ്കര പ്രശ്നം, നമ്മളെ വീട്ടിൽ ഭയങ്കര പ്രശ്നം. പിന്നെ നമ്മൾ തന്നെ രണ്ടുപേരും കൂടി വളരെ സെൻസിബിളായിട്ട് വളരെ വളരെ എന്തായാലും ഒരു സങ്കടത്തോടു കൂടി തീരുമാനിച്ചു നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്കിത് ലെറ്റ്സ് സെപ്പറേറ്റ്. ബിക്കോസ് നമ്മളുടെ പേരൻസിന് വേണ്ടി This genius who is sitting in front of me യെസ്. is speaking utter lies. നോ, ഇറ്റ്സ് നോട്ട് ലൈസ്. അസത്യം പറയാം, അയ്യോ അല്ല പച്ചക്കള്ളം. അല്ല, വി സെപ്പറേറ്റഡ് മിസ് ബിക്കോസ് ചിത്ര സെപ്പറേറ്റ് ചെയ്തു. ഏത് സാഹസത്തിനും ചിത്ര അയ്യർ തയ്യാറായിരുന്നു. ഐ ക്രോസ് ചെക്ക് വിത്ത് യു. നുണ പറയരുത്. നുണ പറയില്ല. പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ മുഴുവൻ നുണയാ. ഞങ്ങൾ രണ്ടുപേരും ചേർന്നു സംസാരിച്ചപ്പോൾ പ്രതിസന്ധികളുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒന്നിക്കേണ്ട, മാറാം എന്ന് പറഞ്ഞു, ധാരണയായി. ഓ, എന്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു സംസാരം. അയ്യോ ആണ്. അട്ടർ ഫാൾസ്ഹുഡ്. അയ്യോ. യു ആർ ആഫ്റ്റർ ഹിം. ഓഫ് കോഴ്സ് ഐ വാസ് ഇൻ ലവ് വിത്ത് ഹിം. എന്ത് വില കൊടുത്തും ഞാൻ നിന്നോട് വരാൻ തയ്യാറാണ്, ഇറങ്ങ് എന്ന് പറഞ്ഞു. അവൻ പിന്മാറിയിട്ടൊന്നുമില്ല. ഹി നെവർ പിന്മാറി. ഭയന്നു പോയി. അവന് പേടിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, എന്താ നിന്റെ അമ്മ പോയി ചാവൊന്നുമില്ല, നീ വെറുതെ അവരൊന്നും പറയുന്നൊന്നും വിശ്വസിക്കണം, നിനക്ക് പ്രാന്താണെന്നല്ല അവനോട് പറഞ്ഞു. യാ, ഹിസ് മദർ ത്രെറ്റൻ സൂയിസൈഡ്. നമ്മൾ പിന്നെ വെറുതെ നിന്റെ അമ്മ സൂയിസൈഡ് ഒന്നും ചെയ്യില്ല, വെറുതെ നീ അന്ന് വിശ്വസിക്കണ്ടെന്ന് പറഞ്ഞു. ആണ്, അതൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ തയ്യാറല്ല. അല്ല, ഹി വാസ് സ്കേർഡ്. ഹി വാസ് സ്കേർഡ് ബിക്കോസ് ഞാൻ പറയട്ടെ, അവൻ ഒരു റിച്ച് ഫാദറിൻ്റെ സ്പോയിൽഡ് ബ്രാറ്റ് സൺ ആയിരുന്നു. അവന് ഹി വാസ് നോട്ട് യൂസ് ടു ഡൂയിങ് എനി വർക്ക്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് എനിക്ക് വേണ്ടി ഹി ടുക്കപ്പ് എ ജോബ്, ഹി ടുക്കപ്പ് എന്താ പറയുക, വർക്ക് ചെയ്യാൻ റെഡിയായി, എല്ലാം റെഡിയായി. അതിനുശേഷം ബട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വീട്ടിലുള്ള കൊണ്ടാണ് നമ്മൾ അങ്ങനെ തീരുമാനിച്ചത്. അവനൊരു ധൈര്യശാലി ആയിരുന്നെങ്കിൽ ചിത്രയുടെ ഭർത്താവായി മാറുമായിരുന്നു. പറയാൻ പറ്റില്ല, മേ ബി. എത്ര കാലം എടുത്തു ചിത്രയ്ക്ക് ഈ ഹാങ് ഓവറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്? ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞാൻ MA രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ പ്രൈവറ്റ് സ്റ്റുഡൻ്റായിട്ട് MA ചെയ്തോളാമെന്ന് പറഞ്ഞ് ഓൾറെഡി മൊറീഷ്യസ് പോകുമ്പോഴേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കൊല്ലം ചെയ്യാൻ പറ്റില്ല, ഉഴപ്പി. ക്ലാസ്സിനൊക്കെ പോയിരുന്നു. പക്ഷേ തിരിച്ച് വന്നിട്ട് വീണ്ടും MA കണ്ടിന്യൂ ചെയ്യാം, പ്രൈവറ്റ് സ്റ്റുഡൻ്റായിട്ട് തന്നെ പഠിച്ചോളാം അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ചെന്നൈയിലേക്ക് പോയി മ്യൂസിക് പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, സിംഗറായിട്ട് പോകാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഞാൻ മ്യൂസിക് തുടങ്ങിയത് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന മണി ശ്രീലത, ഷീസ് ഇൻ എയർ ഇന്ത്യയിൽ ഹോസ്റ്റസ് ആണ്. അപ്പം ശ്രീലത ഇങ്ങനെ പ്രോഗ്രാംസിനൊക്കെ പോയി പാടുമായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം അവൾക്ക് വയ്യാതായപ്പം, പനി വന്നപ്പം അവൾക്ക് പോകാൻ പറ്റിയില്ല. ഒരു ഷോയിന് ഓൾറെഡി ഏറ്റിട്ടുണ്ടായിരുന്നു. അന്നേരം അവൾ പറഞ്ഞു, നീ ഒന്ന് പോയി പാടും. ഞാൻ പറഞ്ഞു, എനിക്ക് മലയാളം പാട്ട് അറിയില്ല, എനിക്ക് മലയാളം മര്യാദയ്ക്ക് പറയാൻ പോലും അറിയില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവളൊന്നു അത് കുഴപ്പമില്ല, നീ ഹിന്ദി പാടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബിക്കോസ് ആ ഏരിയയിൽ, നമ്മുടെ ഏരിയയിലൊക്കെ ഹിന്ദി വളരെ പോപ്പുലർ ആയിരുന്നു. അപ്പം ശരി എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അങ്ങനെയാണ് ഞാൻ എൻ്റെ മ്യൂസിക് തുടങ്ങിയത്. പിന്നെ കോളേജിൽ ചെറിയ ചെറിയ നമ്മളുടെ കോമ്പറ്റീഷൻസിനൊക്കെ പോകുമായിരുന്നു മ്യൂസിക്. ഒരു പക്ഷേ സംഗീതത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി, ചെന്നൈയിലേക്ക് താമസം മാറി. അങ്ങനെയാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ കാസർഗോഡ് സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് ചിത്ര അയ്യർ രക്ഷപ്പെട്ടത്. ഒരു പക്ഷേ എങ്കിൽ പോലും ചിത്രയുടെ ഉള്ളിൽ ഒരു കനലുണ്ടായിരുന്നു. എന്ത് കനല്? ആ കനലാണ് ചിത്രയെ ചിറകൊടിഞ്ഞ പക്ഷി എന്നൊക്കെ ചിത്രം ചില ആൾക്കാർ വിളിച്ചിരുന്നു. അതാരാ? നിങ്ങൾ പിന്നെ ഭയങ്കര ഒരു ദുഃഖപുത്രിയായിട്ട് മാറ്റാണ്. ദുഃഖപുത്രി ആയിരുന്നില്ല ഞാൻ. ദുഃഖപുത്രിയല്ല,